വെൽക്കം ടു അനൂസ് ലേണിംഗ് ഏരിയ. ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ അടുത്ത ടോപ്പിക്കാണ് കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ ടെക്നിക്സ്. അതിൽ സ്ട്രക്ചറൽ കൺസർവേഷൻ ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു വാസ്തുവിദ്യയെ കൺസർവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഹിസ്റ്റോറിക്കൽ സൈറ്റിനെ എങ്ങനെ കൺസർവ് ചെയ്യാം, അതിനെ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്ട്രക്ചറൽ കൺസർവേഷൻ എന്താണെന്ന് നോക്കാം. ദർ ഹാവ് ബീൻ റെക്കോർഡ്സ് ഓഫ് കൺസർവേഷൻ ഓഫ് ഹെറിറ്റേജ് ബിൽഡിംഗ് ഡേറ്റിംഗ് ബാക്ക് ടു ദ ഏർലി ഹിസ്റ്റോറിക്കൽ പീരീഡ് ആസ് ഷോൺ ഇൻ ജുനഗഡ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ ജുനഗഡിൽ ആദ്യകാല ചരിത്രത്തിൻ്റെ പൈതൃക സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പൈതൃക കെട്ടിടങ്ങളുടെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിന് രേഖകളുണ്ട്. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇവിടെ പറയുന്നത്. ബ്രിട്ടീഷ് ആർ ലാർജ്ലി റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് റിയലൈസേഷൻ ദാറ്റ് മോണുമെൻറ്റ് ഷുഡ് ബി പ്രിസർവ്ഡ് ഫോർ ദെയർ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്. സ്മാരകങ്ങൾ അവയുടെ ചരിത്രപരമായ പ്രാധാന്യത്തിനായി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന തിരിച്ചറിവ് വികസിപ്പിച്ചെടുത്തതിൽ ബ്രിട്ടീഷുകാർക്ക് വലിയൊരു പങ്കുണ്ട്. ബ്രിട്ടീഷുകാർക്ക് അത്തരത്തിലുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു, ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഉള്ളത്. മദ്രാസ് റെഗുലേഷൻ ഓഫ് 7 of 1817 and the Bengal regulation of 1810 were the two earlier laws that attempt to provide framework of curbing vandalism. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് തരത്തിലുള്ള ആക്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ ചട്ടക്കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഹിസ്റ്റോറിക്കൽ സൈറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള വാൻഡലിസം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇടപെടാൻ സർക്കാരിനുള്ള അധികാരം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. താജ്മഹൽ, ടോം ഓഫ് സിക്കന്ദ്ര, കുത്തബ് മിനാർ, സാഞ്ചി, മത്തുര വേർ among the sites and monuments that in the 19th century received satisfactory funding and caring. താജ്മഹലും സിക്കന്ദ്രയും കുത്തബ് മിനാറൊക്കെ, സാഞ്ചി സ്തൂപവും, മധുര എന്ന് പറയുന്ന ഏറ്റവും പഴക്കം ചെന്ന നഗരത്തിനൊക്കെ ഇതേപോലെയുള്ള സംതൃപ്തമായിട്ടുള്ള രീതിയിൽ ഫണ്ടിങ്ങും കെയറിങ്ങും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 5 circles were established to carry out the archaeological work in India based on the proposal that was given in 1898. 1898 നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പുരാവസ്തു പ്രവർത്തനങ്ങൾ നടത്താൻ 5 രീതിയിലുള്ള ഒരു നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. 5 circles എന്നാണ് അതിനെ പറയുന്നത്. It was vital for these circles to dedicate themselves fully to conservation efforts. ഈ സർക്കിളുകൾ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സ്വയം സമർപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയാണ്, ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് സംരക്ഷിക്കാൻ വേണ്ടി ഈ സർക്കിളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും സംരക്ഷിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട്. സബ്സിക്വൻ്റ്ലി The Ancient Monuments and Preservation Act of 1904 was enacted with the primary goal of guaranteeing the appropriate maintenance and restoration of historic structures under the private ownership except those utilized for religious reasons. ഇതിനെ തുടർന്ന് മതപരമായിട്ടുള്ള കാരണങ്ങളാൽ ഉപയോഗിച്ചതൊഴികെയുള്ള സ്വകാര്യ ഉടമസ്ഥതയിൽ ചരിത്രപരമായ നിർമ്മിതികളുടെ ഉണ്ടെങ്കിൽ അവയുടെ അറ്റകുറ്റപ്പണികളും പുനരുദ്ധാരണവും ഉറപ്പാക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ പുരാതന സ്മാരകങ്ങളെ സംരക്ഷണ നിയമം 1904 എന്ന് പറയുന്നവയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതായിരിക്കാം, അതൊഴികെ ബാക്കി സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഹിസ്റ്റോറിക്കൽ സൈറ്റ്സൊക്കെ 1904 ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണ നിയമപ്രകാരം അതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് പറയുന്നത്. Several monuments have been preserved largely in part due to the efforts of renowned conservator J. Marshall, who established the principles of conservation. സംരക്ഷണ തത്വങ്ങൾ സ്ഥാപിച്ച പ്രശസ്ത കൺസർവേറ്റർ ആയിരുന്നു ജോൺ മാർഷൽ. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് നിരവധി സ്മാരകങ്ങൾ ഭാഗികമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, സിന്ധു നദീതട സംസ്കാരത്തിലെ എക്സ്കവേഷനിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് ജോൺ മാർഷൽ. സം ഓഫ് ദീസ് മോണ്യുമെൻറ്റ്സ് ആർ കറൻ്റ്ലി ഇൻക്ലൂഡ് ഇൻ ദ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു സ്മാരകങ്ങളിൽ ചിലതൊക്കെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവയാണ്. ദ ബ്യൂട്ടിഫുൾ അപ്പിയറൻസ് ഓഫ് സാഞ്ചി ഈസ് എ റിസൾട്ട് ഓഫ് റെസ്റ്റോറേഷൻ വർക്ക് ഡൺ ഓൺ ദ സൂബാസ് ദാറ്റ് വെർ പ്രീവിയസ്ലി ബറീഡ് ബിനീത്ത് എ ടാങ്ക് ഓഫ് റൂയിൻസ്. നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് സാഞ്ചി സ്തൂപം എന്ന് പറയുന്നത്. അവശിഷ്ടങ്ങളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രീതിയിലായിരുന്നു ഈ സാഞ്ചി സ്തൂപം ഉണ്ടായിരുന്നത്. ഈ ആക്ടിൻ്റെ കീഴിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് സാഞ്ചി സ്തൂപം ഇന്ന് മനോഹരമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. The technique for conservation and have been largely established, and those working in the field of afterwards were gaining the
കളക്റ്റീവ് എക്സ്പേർട്സ് ഓഫ് മൾട്ടിപ്പിൾ ജനറേഷൻസ്. സംരക്ഷണത്തിനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഏറെക്കുറെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒന്നിലധികം തലമുറകളുടെ കൂട്ടായിട്ടുള്ള വൈദഗ്ധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇന്ന് മോണ്യുമെൻറ്റ്സ് ഒക്കെ സംരക്ഷിക്കപ്പെടുന്നത്. Therefore, even before India's independence, Archaeological Survey of India had gained such a degree of knowledge that it asked to carry out restoration work worldwide. Some of the best examples of these kind of works are found at the Angkor and in Cambodia and later in Bamiyan in Afghanistan. ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ലോകമെമ്പാടും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള അറിവുകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വിദഗ്ധരും ASIയുടെ കീഴിലുണ്ടായിരുന്നു. ഇവരുടെ ഈ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കംബോഡിയയിലുള്ള അങ്കോർ വത്തും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ബാമിയാൻ ബുദ്ധമത കേന്ദ്രമാണ് ബാമിയാൻ എന്ന് പറയുന്നത്. ഈ തുടങ്ങിയ സൃഷ്ടികളൊക്കെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചതും അവയെ സംരക്ഷിക്കപ്പെടാൻ സാധിച്ചതും ഈ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. അടുത്ത ടോപ്പിക്കാണ് ഇതിൽ വരുന്ന കെമിക്കൽ പ്രിസർവേഷൻ. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു സ്ട്രക്ചറൽ കൺസർവേഷൻ ആണെങ്കിൽ അടുത്തത് വരുന്നത് കെമിക്കൽ പ്രിസർവേഷൻ ആണ്. The science branch of Archaeological Survey of India principally in charge of chemically conservation and maintaining around 3,593 protected monuments in addition to chemically preserving museum, exhibit and excavated material across the country. ASI ഇന്ത്യയുടെ സയൻസ് ബ്രാഞ്ച് പ്രധാനമായിട്ടും 3593 സംരക്ഷിത സ്മാരകങ്ങളെ രാസപരമായിട്ട് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. ആ എമൗണ്ട് നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. 3593 സ്മാരകങ്ങളാണ് കെമിക്കൽ കൺസർവേഷൻ്റെ ഭാഗമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ദ ട്രൂ ചലഞ്ച് ദാറ്റ് ലൈസ് എഹെഡ് ഓഫ് us to plan the necessary conservation measures to ensure that this built cultural heritage and this distinctive symbol of our past survive for centuries to come. നമ്മുടെ മുന്നിലുള്ള യഥാർത്ഥ വെല്ലുവിളി ഈ കെട്ടിപ്പടുത്തിട്ടുള്ള സാംസ്കാരിക പൈതൃകവും നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഈ അടയാളങ്ങളൊക്കെ വരും നൂറ്റാണ്ടിലേക്ക് നിലനിൽക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പല മോണ്യുമെൻറ്റ്സ് നമ്മൾ കാണാൻ പോകുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നോ എൻട്രി വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ അത് അത്രയും അധികം ഡീക്കേ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ വരും തലമുറകളിലേക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാൻ കഴിയും. നമുക്കവിടെ ഇപ്പോഴും അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അത് വരും തലമുറയ്ക്കും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദിസ് പ്രിസർവേഷൻ ഷുഡ് ബി അച്ചീവ്ഡ് വിത്ത് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻ്റർവെൻഷൻ വൈൽ മെയിൻറ്റെയിനിങ് ദ ഒതൻറ്റിസിറ്റി ഓഫ് ദെയർ ഒറിജിനൽ ക്യാരക്ടർ. അവയുടെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ ആധികാരികത നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ഇടപെടലിലൂടെ വേണം ഈ സംരക്ഷണം നടപ്പിലാക്കാൻ. ഇപ്പോൾ നമുക്കറിയാം ചില മോണ്യുമെൻറ്റ്സ് ഒക്കെ അന്നത്തെ മിശ്രിതങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മിച്ചിരിക്കുക. ഇന്നൊക്കെ കോൺക്രീറ്റ് മിശ്രിതങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആ സ്ഥലം പൊട്ടിപ്പൊളിഞ്ഞു പോകുമ്പോൾ ഈ കോൺക്രീറ്റ് മിശ്രിതങ്ങൾ അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ തനതായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അന്ന് എന്താണോ ഉണ്ടായത് അതേ രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ASI നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ അവർ നല്ല ഡെഡിക്കേഷൻ കാണിക്കുന്നുമുണ്ട്. വി നീഡ് ടു എൻഷുർ ദ കൺസർവേഷൻ ഓഫ് അവർ കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ഗീവ് എംഫസൈസ് ടു സയൻറ്റിഫിക് റിസർച്ച്. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുകയും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് ഊന്നൽ നൽകുകയൊക്കെ വേണം. Conservation option need to based initial investigation to cover the knowledge of physical nature of object consisting of material, architectural characteristics, production techniques and state of decay. വസ്തുവിൻ്റെ ഭൗതിക സ്വഭാവം, അതിൻ്റെ നാശത്തെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് നമ്മൾ ഉൾക്കൊണ്ട് പ്രാഥമിക അന്വേഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സംരക്ഷിക്കേണ്ടത്. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ശരിയായിട്ടുള്ള സ്ഥിരതയും സംരക്ഷണവും ഉറപ്പാക്കാൻ ഇത് ആവശ്യമാണ്. മെഡിക്കൽ ഗവേഷണത്തിൽ എന്ന പോലെ തന്നെ ഇവിടെയും കൺസർവേഷൻ തെറാപ്പി മേഖലകളൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. കാരണം ഏത് രീതിയിലാണ് ഈ ഒരു മോണ്യുമെൻറ്റിനെ കൺസർവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിനെ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേനും അത് രണ്ട് രീതിയിലാണ് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഒന്ന് സ്ട്രക്ചറൽ കൺസർവേഷനാണ്, മറ്റൊന്ന് കെമിക്കൽ പ്രിസർവേഷനാണ്. സ്ട്രക്ചറൽ കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു മേഖലയിൽ ഏത് രീതിയിലാണോ ആ സ്ട്രക്ചറിനെ സംരക്ഷിക്കേണ്ടത് അതിനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ, കെമിക്കൽ പ്രിസർവേഷനിൽ ഇന്നും പുതിയ തരത്തിലുള്ള
കൺസർവേഷൻ തെറാപ്പി മെത്തേഡ്സൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്ത് രീതിയിലുള്ള നാശമാണോ അതിന് സംഭവിക്കുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ASIയുടെ ഇൻവോൾവ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ പല മോണ്യുമെൻറ്റ്സും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്.